ഹലോ പീപ്പിൾ, വെൽക്കം ടു സുമയുഗം. ഞാനിന്ന് വന്നിരിക്കുന്നതേ റീസെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ സിനിമാ കഥകളെ പോലും വെല്ലുന്ന തരത്തിൽ അതിഗംഭീരമായ സ്റ്റോറിയാണ് കഴിഞ്ഞ കുറെ മണിക്കൂറായിട്ട് ഞാനാണെങ്കിൽ മാധ്യമങ്ങളിലൂടെ കേട്ടോണ്ടിരിക്കുന്നത്. കേട്ടിട്ട് തന്നെ എന്റെ തല പെരുക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന്. അവന്റെ പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ഒരു കൊടും ക്രിമിനലിന്റെ പേര് ഞാൻ എന്തിനാണ് പറയുന്നത്? അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ പേര് പറയാത്തത്. ഒരു പാവം പെങ്കൊച്ചിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് അതിന്റെ തലക്കടിച്ച് അതിനെ ഇല്ലായ്മ ചെയ്തിട്ട് പകുതി ജീവനായിട്ട് കിടന്ന ആ കുഞ്ഞിനെ ഞെരിച്ച് അതിനെ പിച്ച് ചീന്തി ഇല്ലായ്മ ചെയ്ത ആ ഒരു ക്രിമിനലിനെ അവന്റെ പേര് വിളിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. അതിനെ കൊന്ന അവനെ എന്തിനാണ് നമ്മുടെ ജയിലിലിട്ട് ഇങ്ങനെ ഭക്ഷണം കൊടുത്ത് ചീർപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. 14 വർഷം മുന്നേ അവനെ അറസ്റ്റ് ചെയ്ത് ഇപ്പൊ റിട്ടയർഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ അഷ്റഫ് സാർ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞ കാര്യം. അദ്ദേഹത്തെ പോലെ 4-5 പേര് ചേർന്ന് പിടിച്ചിട്ട് പോലും അവനെ അന്ന് പിടിച്ചിട്ട് നിന്നില്ല, അവരുടെ കയ്യിൽ നിന്നില്ലെന്നാ അദ്ദേഹം പറഞ്ഞത്. കാര്യം അത്രയ്ക്ക് അവൻ മെന്റലി സ്ട്രോങ് ആണ്. അവനെ മെഡിക്കൽ എടുത്ത ഡോക്ടർ ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ ആ കുഞ്ഞിനോട് ചെയ്തതെന്ന് ചോദിച്ചപ്പോ തന്നെ അവൻ പറഞ്ഞു കേട്ടില്ലേ, ഞാൻ സ്ത്രീകളെ മാത്രമല്ല ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും ഇതുപോലെ ഞാൻ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇങ്ങനത്തെ ഇത്രയും ക്രൂരമായ കാര്യങ്ങൾ ചെയ്തവനെ എന്തിനാണ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്? അവനെ തൂക്കിക്കൊല്ലിയല്ലേ വേണ്ടത്? അതിൽ കുറഞ്ഞൊരു ശിക്ഷ അവനില്ല, കിട്ടാനില്ല. അവനിപ്പം ഡയറ്റൊക്കെ എടുത്ത് ജയിലിൽ ചാടിയത് തന്നെ അവന്റെ ഫാമിലി കമ്മിറ്റ്മെന്റ്സ് ഒന്നും അവന് ഉള്ളവനല്ല. അവന്റെ വീട്ടിൽ പോയി ആളുകളെ കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊന്നും ആയിരിക്കത്തില്ല അവൻ ഈ ജയിലിൽ ചാടിയത് തന്നെ അല്ലേ. നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നുള്ളൂ. വീണ്ടും അവൻ ഇത് കണക്കത്തെ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കാം അവൻ ഇങ്ങനൊരു കാര്യം ചെയ്തത് തന്നെ അല്ലെ. നമുക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം തന്നെ അവനെ രണ്ടാമതും പോലീസുകാര് പിടിച്ചോണ്ട് പോയി ഫാനുള്ള റൂമിലൊക്കെ ഇട്ട് 2 പോലീസ് സെക്യൂരിറ്റിയൊക്കെ നിർത്തിയിട്ട് എന്തിനാണ് അവന് VIP ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? സത്യത്തിൽ അവന് VIP ട്രീറ്റ്മെന്റ് അല്ല ചെയ്യേണ്ടത്, അവനെ RIP ആക്കിയാണ് വേണ്ടത്. ആ ഒരു പാവം അമ്മയുടെ കണ്ണുനീരിന് ഇവനെ തൂക്കിക്കൊന്നെങ്കിൽ മാത്രമേ അവരുടെ ആ ഒരു കണ്ണുനീരിന് അവരുടെ മകൾ അനുഭവിച്ച ആ ഒരു വേദനയ്ക്ക് നീതി ലഭിക്കത്തുള്ളൂ. എനിക്കിത് കണ്ടിട്ടും കേട്ടിട്ടും എനിക്കാണെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈ ചെയ്യുന്ന വീഡിയോയിൽ യോജിക്കുന്നവരും യോജിക്കാത്തവരും കാണും. കൂടുതൽ ആൾക്കാരും യോജിക്കുന്നവരായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. യോജിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളും പറഞ്ഞോളൂ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്. നിങ്ങൾക്ക് പറയാനുള്ളതും എന്തായാലും കമന്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ബൈ.